Hi friends, Assalamu alaikum. Bismi കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 കോഴിമുട്ട കൊണ്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 4 മണിക്ക് മാത്രമല്ല ഏത് സമയത്തും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 2 കോഴിമുട്ടയെ നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഞാൻ ചേർത്തത് ഏലക്കാപ്പൊടി എൻ്റെ കയ്യിലില്ലായിട്ടാണ് കേട്ടോ. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മധുരം കുറവാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 1/4 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് ഒരു 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പും പിന്നെ 1/2 കപ്പും, അങ്ങനെ 1.5 കപ്പ് മൈദയാണ്. ഈ മൈദ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിതൊരു ചപ്പാത്തി പരുവത്തിലാണിത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം നമുക്ക് 2 കോഴിമുട്ടയും 1 കപ്പ് മൈദയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഏതൊരു നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഡാൽഡയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ. അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെന്താ പറയുക, ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ നെയ്യും 2 കോഴിമുട്ടയും മതി ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ 1.5 കപ്പ് മൈദയിലേക്കാണ് ഈ 2 കോഴിമുട്ടയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒക്കെ എടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത്രയും ആവുകൊണ്ട് തന്നെ നമുക്കൊരു 5-6 പേർക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. 5-6 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഞാനൊരു സമയമില്ലാത്തതുകൊണ്ട് 10 മിനിറ്റ് വെക്കുന്നു. നിങ്ങളൊരു സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ വെക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പരത്തി എടുക്കാനും കുറച്ചുകൂടി നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വിരൽ ആ മാവിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ വയ്ക്കുമ്പോൾ ഇതിലേറെ സോഫ്റ്റ് ആകുമല്ലോ. അപ്പോൾ ഇതാ ഇത് ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു മാവിനെ 2 പോർഷനായിട്ട് തിരിക്കുന്നുണ്ട്. 2 ഭാഗമായിട്ട് തിരിച്ചിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് എന്താ പറയുക, മൈദയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പലകയിൽ എന്താ പറയുക, ചപ്പാത്തിപ്പൊടിക്ക് നമ്മൾ ചപ്പാത്തിക്ക് പൊടികൾ ഇടൂലേ, അതുപോലെ ഇട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ നമുക്കിത് പരത്തിയെടുക്കാം. പലകയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. സാധാരണ നമ്മുടെ ചപ്പാത്തി പരത്തുന്നതിൽ ആ ഒരു കട്ടിയിൽ ഒരല്പം കൂടി കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ വേണം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കിത് ഒന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 കപ്പ് 1.5 കപ്പ് മൈദയും അതേപോലെ തന്നെ 2 കോഴിമുട്ടയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ അത് ഞാൻ ഇതേ രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വയ്ക്കുന്ന രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഷേപ്പാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇവിടെ ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം താത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിമിലിടണ്ട, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം താത്തി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് 2 കോഴിമുട്ട ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എനിക്ക് കമൻറ്റായിട്ട് അറിയിച്ചോളൂ കേട്ടോ. എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ മറുപടിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.
അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് നല്ല അടുത്ത അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.